കോവിഡിന് ശേഷം ഇറങ്ങിയ എല്ലാ വണ്ടികൾക്കും ക്വാളിറ്റി കുറവാണ്. എല്ലാം ടൊയോട്ടയിൽ നിന്നാണ് ചെയ്യുന്നത്. പക്ഷെ അലൈൻമെന്റ് സർവീസിന് കൊടുക്കുമ്പോൾ ടൊയോട്ടയെ കൊടുക്കാതെ പുറത്താണ് കൊടുക്കുന്നത്. അത് ഞാൻ ഹൈക്രോസ് പോയി നോക്കിയിരുന്നു, ഞാൻ ബുക്കും ചെയ്തൊരു മനുഷ്യനാണ്. എന്നിട്ട് എന്തുകൊണ്ട് മാറി? അത് വണ്ടി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ 5 വർഷം കഴിഞ്ഞാൽ സെറാമിക് കോട്ടിങ് മങ്ങാറുണ്ടോ? അതായത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ടൊയോട്ട പറഞ്ഞാൽ അത് അടുത്ത തവണ പിന്നെ ആ കംപ്ലൈന്റ് ഉണ്ടാവില്ല. പിന്നെ എനിക്ക് ആ കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല. പഴയ ഇന്നോവേനേക്കാളും ഇരട്ടി പൈസ ആയിട്ടുണ്ട് ക്രിസ്റ്റയ്ക്ക്. സർവീസ് ചാർജ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. കുറേ നാളായി നമ്മൾ ഇന്നോവയുടെ ക്രിസ്റ്റ യൂസർ റിവ്യൂ ചെയ്തിട്ട്, ഇതിൻ്റെ ഒരു ഇന്നോവയുടെ ജനറേഷൻ വീഡിയോ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ജെൻ ഇന്നോവയും സെക്കൻഡ് ക്രിസ്റ്റയും അതായത് തേർഡ് ഹൈക്രോസും കൂടെ മൂന്നുകൂടെ വെച്ചിട്ട് ഒരു കിടിലൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ഇന്നോവ ക്രിസ്റ്റയുടെ യൂസർ എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുറേ കാലം മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് കാരണമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു താർ റോക്സ് AX7 ലക്ഷറിയുടെ യൂസർ റിവ്യൂവിൽ കമൻറ്റ് സെക്ഷനിൽ കണ്ടു ആ യൂസറിൻ്റെ തന്നെ ക്രിസ്റ്റയുടെ യൂസർ റിവ്യൂ വേണമെന്നുള്ളത്. സോ അത് പ്രകാരം നമ്മൾ ആ യൂസർ റിവ്യൂ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു. സോ ഒരു 7-7.5 വർഷമായിട്ടുള്ള വണ്ടിയാണ് ഈ കിടക്കുന്നത്. പക്ഷേ വന്ന് അടുത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു പുത്തൻ വണ്ടിയായിട്ടേ തോന്നുള്ളൂ. അത്ര മെയിൻറ്റെയിൻ ചെയ്ത് അത്ര കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്. സോ വണ്ടിയുടെ കെയറിങ്ങിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, വണ്ടി മെയിൻറ്റെനൻസിൽ എന്തൊക്കെ ചെയ്താലാണ് പ്രോപ്പറായിട്ട് വണ്ടി സൂക്ഷിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളും വണ്ടിയുടെ ഒരു ലോങ് ടേം യൂസർ എക്സ്പീരിയൻസും ഒക്കെ ആയിട്ട് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ക്രിസ്റ്റയുടെ ഓണറെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ബാക്ക്. നമ്മള് കുറച്ച് നാൾ മുന്നേ ചെയ്തതാണ് താർ റോക്സ്. എങ്കിലും കുറെ പേർക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കമന്റ് സെക്ഷനിലൂടെ മനസ്സിലായി. കുറെ പേർക്ക് ഒരുപാട് പേര് 1,40,40,000 അടുത്തങ്ങാണ്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. നല്ല വ്യൂസ് ആയിട്ടുണ്ട്. അതിന് എനിക്കുണ്ടായ ഫീല് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തീർച്ചയായിട്ടും സ്വന്തം എക്സ്പീരിയൻസ് പറയുക എന്നുള്ളതാണല്ലോ നമ്മുടെ വണ്ടി. ഇപ്പോഴാണെന്നുണ്ടെങ്കിലും അവർ എന്നോട് പറഞ്ഞിരിക്കുന്നത് വണ്ടിയുടെ ബോഡിക്കും പെയിന്റിനും എല്ലാം സാറിന് 5 ഇയർ വാറണ്ടി തരാം. ഓക്കെ, അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് മഹേന്ദ്ര എത്തിയല്ലേ? എത്തി. എന്ന് വെച്ചാൽ അവരോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ 5 ഇയറിലേക്കാണോ അപ്പൊ ഈ വണ്ടി തരുന്നത്? നിങ്ങളൊരു 10 വർഷം തരാൻ പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് 5 ഇയർ ആണ് ഞങ്ങളുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞു. പക്ഷെ വണ്ടി കുഴപ്പമില്ല. ബാക്കി പിന്നീട് ഓടിച്ചപ്പോ എത്ര കിലോമീറ്റർ ആയിപ്പോ? ഇപ്പോ 7,000 കിലോമീറ്റർ അടുത്താവാറായി. എന്ന് വെച്ചാൽ ഓടിക്കാൻ ഭയങ്കര ഒരു രസമുള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കോവിഡിന് ശേഷം ഇറങ്ങിയ എല്ലാ വണ്ടികൾക്കും എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ, എല്ലാ വണ്ടികൾക്കും കോവിഡിന് ശേഷം വണ്ടികൾക്ക് ക്വാളിറ്റി കുറവാണ്. അത് കമ്പനിയുടെ കുറ്റമെന്ന് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ റോക്സിന്റെ കാര്യങ്ങൾക്ക് എഞ്ചിനും ഒക്കെ പ്രശ്നം പറയണ്ട. ഇത് കമ്പനിയുടെ കുറ്റമല്ല, വെണ്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി കുറവാണെന്നാണ് എൻ്റെ നിഗമനം. പിന്നെ ബാക്കിയെല്ലാം വാങ്ങുന്നവർക്കും അത് ഇത് ചെയ്യുന്നവർക്കേ അറിയുള്ളൂ, കമ്പനി എങ്ങനെ കരാർ കൊടുക്കുന്നു എങ്ങനെയാണെന്ന് അറിയുള്ളൂ. എൻ്റെ നിഗമനം വെണ്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ. അല്ലാതെ വേറൊരു പ്രശ്നം ഇല്ല. സർവീസ് ആകാറായതേ ഉള്ളൂ അല്ലേ? സർവീസ് ഇനിയുണ്ടല്ലോ, 3,300 കിലോമീറ്ററും കൂടെ ഉണ്ട് കഴിയുമ്പോൾ സർവീസ്. പക്ഷെ അവർ ബെറ്റർ ആയിട്ടുണ്ട് അന്ന് പറഞ്ഞതിനേക്കാളും ഒക്കെ ഒരുപാട്. ഇപ്പോൾ അടുത്ത ഒരു പുതിയ മാനേജർ GM എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ പുള്ളി ഇറങ്ങി നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നാണ്. ഏത് ഷോറൂം? AMBL പാടിവട്ടം. പുള്ളി ഇറങ്ങി നിന്ന് പുള്ളി അതിനകത്തേക്ക് ഇത് ചെയ്യുന്നുണ്ട്. ഇത്രയും ദിവസം പല കാര്യങ്ങളും അങ്ങ് മുകളിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ലായിരിക്കാം, ഇപ്പോഴാണ് എത്തി തുടങ്ങിയത്. മറ്റേ താഴെയുള്ളവർ അതെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വിടും. അതേപോലെ തന്നെ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവായിരിക്കും. ഇപ്പൊ ശരിക്കും ഒരു വ്യത്യാസം വന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ പോയപ്പോ എനിക്ക് നമ്മുടെ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇമ്പാക്ടിന്റെ അല്ല, അത് അവര് ചെയ്യേണ്ടത് അവര് ചെയ്തു തുടങ്ങി. അത് വീഡിയോ ചെയ്തിട്ടാണോ അല്ലയോ ഒന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. അത് ചെയ്താൽ അവർക്ക് തന്നെ ഗുണം, അത്രേ ഉള്ളൂ. അല്ല, നമ്മളിപ്പോ വീഡിയോ ചെയ്ത് അവരെ നന്നാക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു കുഴപ്പമുള്ളത് നമ്മൾ എല്ലാരെയും അറിയിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, സോ അപ്പം ക്രിസ്റ്റയുടെ റിവ്യൂയിലേക്ക് വരുന്നു. ക്രിസ്റ്റ ഇപ്പം മറ്റേ പല പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമന്റിലൂടെ ചോദിച്ചു ഇങ്ങനെ വണ്ടികളുടെ ഉണ്ട്. അന്ന് കമന്റ്സിൽ വന്നിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റയുടെ അദ്ദേഹത്തിന്റെ തന്നെ ക്രിസ്റ്റയുടെ റിവ്യൂ ചെയ്യണമെന്നാണ് കമന്റിൽ വന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നത്. അതെ. ഇതിപ്പോ ഞാൻ 7.5 വർഷമായി. ഏപ്രിൽ മാസം വരുമ്പോ 7.5 വർഷം തികയും. ഒക്ടോബർ മാസം വണ്ടിയാണ് 3-ാം തീയതി 2017.
അപ്പോൾ അന്ന് വണ്ടി എടുത്തു. വണ്ടി അന്ന് തന്നെ അവർ നല്ല അണ്ടർ ബോഡി കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ തന്നത്. പിന്നെ ഞാൻ ഏകദേശം ഇതിൽ 1 ലക്ഷം രൂപയുടെ അടുത്തുള്ള ആക്സസറീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ക്രോം ഫിനിഷുകൾ, ഫ്രണ്ടിൽ ഇത്, പുറകിൽ റൂഫ് റെയിൽ, സൈഡ് ബീഡിങ്, ഇതെല്ലാം കമ്പനി ഫിറ്റഡ് ആണ്. വണ്ടി അന്ന് എടുത്തപ്പോഴേ കമ്പനി ഫിറ്റഡ് ആണ്. ഈ ഒരു പിയാനോ ബ്ലാക്ക് ഞാൻ പെയിന്റ് ചെയ്യിച്ചതാണ്. അത് ഇത് വി ഓപ്ഷനാണ്, ഇസഡ് അല്ല. അപ്പൊ അന്ന് എടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കിന് തീരെ 8-9 കിലോമീറ്റർ മൈലേജാന്നൊക്കെ പറഞ്ഞതുകൊണ്ട് വിയിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ വിക്ക് മറ്റേ ഫുള്ളുമായിട്ട് ഏകദേശം കണ്ടന്ന് 4 lakhs അടുത്തങ്ങാണ്ട് 4 അല്ല 3 lakhs അടുത്തങ്ങാണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതിന് ഓൺ റോഡ് എത്ര? ഇതിന് അന്ന് ഓൺ റോഡ് വരുമ്പോൾ ആക്സസറീസ് ഉൾപ്പെടെ എനിക്ക് 22,25,000 രൂപയോളം അന്ന് വന്നിട്ടുള്ളൂ. 1 ലക്ഷം രൂപയുടെ അടുത്ത് ആക്സസറീസും ഉണ്ട്, അതോടെ കൂട്ടി 22,25,000 രൂപ അന്ന് വന്നിട്ടുണ്ട്. ആ റേഞ്ച് ഒക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇന്നിപ്പോ അതിന് ഇന്ന് കൊടുത്താൽ തന്നെ അതെ 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 വണ്ടിക്ക് അത്രയും, കാരണം 36 ലക്ഷം രൂപയുടെ അടുത്ത് വണ്ടി വില 33 അങ്ങാണ്ട് ഈ മോഡലിന് തന്നെ വിലയുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, പക്ഷെ ഞാൻ ഹൈക്രോസ് ഇറങ്ങിയപ്പോൾ ഞാൻ ഹൈക്രോസ് പോയി നോക്കിയിരുന്നു. ഞാൻ ബുക്കും ചെയ്തൊരു മനുഷ്യനാണ്. എന്നിട്ട് എന്തുകൊണ്ട് മാറി? അത് വണ്ടി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഹൈക്രോസ് നല്ലതായിരിക്കാം എടുക്കുന്നവരെ ഞാൻ, പക്ഷെ എനിക്കത് അതിന്റെ ഇഷ്ടപ്പെട്ടില്ല. അത് ഓടിച്ചപ്പോഴാണോ അതോ? അല്ല, ഓടിച്ചു പോലും നോക്കിയില്ല. ഇപ്പൊ ബെറ്റർ ആയിട്ടുണ്ടാവാം, പിന്നെ അതിന്റെ അടുത്തേക്ക് ഞാൻ പോയില്ല. ബെറ്റർ ആയിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ ഇന്റീരിയറും അതിന്റെ പവർ വിൻഡോയുടെ അവിടുത്തെ സ്വിച്ചസും ഒക്കെ എല്ലാം അന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വണ്ടി, ഞാൻ ഒരു ഡിസംബർ 24-ാം തീയതി എങ്ങാണ്ടാ കാണുന്നത്. അത് അന്ന് കൈരളി ടയോട്ടയിലായിരുന്നു വണ്ടി വന്നത് കാണിക്കാനായിട്ട്. അന്ന് വണ്ടി ഡെലിവറി ഒന്നും കൊടുത്തിട്ടില്ല, ബുക്കിംഗ് തുടങ്ങിയായിരുന്നു. എന്നിട്ട് വണ്ടി കാണാനായിട്ട് വന്നത്. പക്ഷെ എനിക്ക് അതിന്റെ ബോണറ്റൊക്കെ പൊക്കി നോക്കിയപ്പോൾ ഒരു വിരലും കൊണ്ട് പൊങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ പിന്നെ ഞാനിങ്ങ് പോന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി വേണ്ട, ബുക്കിംഗ് ക്യാൻസൽ ചെയ്തേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ക്യാൻസൽ ചെയ്തു. അത് ക്വാളിറ്റി പറഞ്ഞ പോലെ കോഡിന് ശേഷമുള്ള വണ്ടികളിൽ എനിക്ക് ആ വണ്ടി, പക്ഷെ വണ്ടി കുഴപ്പമില്ല, ഉപയോഗിക്കുന്നവരെല്ലാം ബെറ്റർ ആണെന്ന് പറയുന്നത്. അല്ല, എങ്കിലും ഉപയോഗിക്കുന്നവർ തന്നെ പറയുന്നുണ്ട് ക്രിസ്റ്റയുടെ അത്രയും പോരാന്ന് ഒരുപാട്. അതുകൊണ്ടാണല്ലോ ക്രിസ്റ്റ അവർ നിർത്താത്തതും. ഇന്നിപ്പോ ഞാനൊരു വീഡിയോ ലിങ്ക് ഞാൻ രാവിലെ അയച്ചു തന്നായിരുന്നു. ടൊയോട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഹൈക്രോസ് ആണോ ക്രിസ്റ്റയാണോ എന്നുള്ളത് അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ വണ്ടി ഞാൻ കൃത്യമായിട്ടെല്ലാം കമ്പനി തന്നെ സർവീസ് ചെയ്യും. ടയറുകളൊക്കെ ഒരു തേഞ്ഞ് തീർന്നാലും ഇല്ലെങ്കിലും നമ്മളൊരു 3.5-4 കൊല്ലം കഴിയുമ്പോൾ മാറും. അതാണ് ഇപ്പം ഇന്ന് വന്നപ്പോൾ പറഞ്ഞു ടയർസ് ഒക്കെ മാറാനാണ്. ഞാൻ നോക്കിയപ്പോൾ ടയറിനൊക്കെ നല്ല ത്രെഡും എല്ലാം ഉണ്ട്, എന്നിട്ട് മാറ്റിയാണ്. പക്ഷേ എനിക്ക് ഫ്രണ്ടിലെ ഒരു ലോങ് ട്രിപ്പ് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഫ്രണ്ടിലെ ടയർ കല്ലടിച്ച് പൊട്ടിപ്പോയി. അപ്പൊ ആദ്യകാലത്ത് ക്രിസ്റ്റാസിനുള്ള ഒരു ഇഷ്യൂ അല്ലായിരുന്നു? ഇല്ല, ഇപ്പൊ ആദ്യകാലത്ത് വന്നേ കൂട്ട് ഒരെണ്ണമാണ്. ഇപ്പൊ ഇതിന്റെ തന്നെ പുറകിലെ ടയർ ഏകദേശം എന്ന് പറഞ്ഞാൽ 30,000 കിലോമീറ്റർ ഓടി. ഇനി ഒരു 10,000-8,000 കൂടെ ഓടാനുണ്ടാവും. പക്ഷേ അതിന്റെ ടയർ പതുക്കെ വിണ്ടു തുടങ്ങി. അത് മിഷലിന്റെ ടയറാണ്, പക്ഷെ അത് ഈ കാലപ്പഴക്കം കൊണ്ട് ഈ വരുന്നതാ. ഏകദേശം 3.5-4 കൊല്ലം ആവുമ്പോൾ ടയറിന് അത് സംഭവിക്കും. അപ്പോൾ അതിനപ്പുറത്തോട്ട് ടയർ അല്ല, നമ്മളിപ്പോ ഈ ലോങ് ഒക്കെ രാത്രിയൊക്കെ, എന്റെ വീട് അങ്ങ് നിലമ്പൂരാണ്, അപ്പൊ ഞാൻ അങ്ങോട്ട് പോകാറുള്ളതാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോ എനിക്കത് രാത്രിയൊക്കെ റിസ്ക് എടുക്കുന്ന എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കും. ഒരു 8,000 കിലോമീറ്റർ ഓടാനെന്ന് പറഞ്ഞാൽ ഒരു 2,000 റുപ്പീസിന്റെ അല്ലെങ്കിൽ ഒരു 1,500 ടയർ ബാക്കിയുണ്ടെന്ന് കൂട്ടിയാൽ മതി. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ചിലപ്പോൾ നല്ല സ്പീഡിലാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് എങ്ങാനും മറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ നമ്മൾ വെറുതെ റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? ടയർ എല്ലാം മാറാണ്. പിന്നെ വണ്ടി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റോ സൗണ്ടോ എവിടുന്നേലും വന്നാൽ അത് കൃത്യമായി അപ്പം തന്നെ കൊണ്ടുപോയി മെയിൻറ്റെയിൻ ചെയ്യുക. ഷോറൂമിൽ സർവീസിലാണോ? അതെ, സർവീസിൽ തന്നെ കൊണ്ടുപോയി കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്താൽ അത് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അതേസമയം ഒരു കംപ്ലൈന്റ് വന്നിട്ട് നമ്മളത് അത് വണ്ടി നിൽക്കുന്നിടം വരെ ഓടിച്ചുകൊണ്ട് നടന്നാൽ അത് പ്രശ്നമാണ്. പക്ഷെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ഞാൻ ഒരു സൗണ്ട് എവിടുന്നെങ്കിലും വന്നാൽ അപ്പം പോയി അത് റെക്ടിഫൈ ചെയ്യും. പിന്നെ ടയോട്ടയുടെ സർവീസിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പഴയ ഇന്നോവേനേക്കാളും ഇരട്ടി പൈസ ആയിട്ടുണ്ട് ക്രിസ്റ്റയ്ക്ക്. സർവീസ് ചാർജ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാലും എന്താ പറയുക, പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട് കേട്ടോ. എനിക്ക് താറിനാണ് സർവീസ് ചാർജ് കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നിയത് ഈ ക്രിസ്റ്റയെക്കാട്ടിലും.
കാരണം താറിന്റെ മേജർ 70,000 ഓടിയതാണല്ലോ. ഈ വണ്ടി 87,000 ഇപ്പോൾ ആയിട്ടുള്ളൂ. 86,800. മറ്റു വണ്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. താർ റോക്സ് 2 മാസം കൊണ്ട് തന്നെ 8,000 ആയിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഇതിനത്ര ഓട്ടേ വരുള്ളൂ. അത് പിന്നെ പുതിയതെടുക്കുമ്പോൾ ഇത് ഞാൻ കൊടുക്കണ്ട, ലൈഫ് ടൈം അവിടെ കിടക്കട്ടെ. കാരണം ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു പുതിയ വണ്ടി മേടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 12-13 ലക്ഷം രൂപയും കൂടെ ഇതിന്റെ കൂടെ കൊടുക്കണം. ഈ ഫെസിലിറ്റി തന്നെയല്ലേ ഉള്ളൂ. ഈ ഒരു ക്വാളിറ്റി കിട്ടണമെന്നില്ല. അതെ, ഇപ്പോൾ പുതിയ വണ്ടിയിൽ വരുമ്പോൾ ഹൈക്രോസിലൊക്കെ വരുമ്പോൾ ഏകദേശം 40 ലക്ഷം രൂപയോളം കൊടുത്ത് കിട്ടുന്നതിന് ഇതിനേക്കാളും വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് സൺറൂഫ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ അഡാസ് ഫീച്ചർ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ മോശമായിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് ഒക്കെ പോരാന്ന് പറയാറുണ്ട് ഹൈക്രോസ്. അതെ, അതിന്റെ ഒരു ഫോഗ് ലാമ്പിന്റെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് ഇപ്പൊ ക്രിസ്റ്റയ്ക്കകത്ത് നമുക്ക് അത്യാവശ്യം നല്ല വെളിച്ചം ഉണ്ട്, ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ക്രിസ്റ്റയ്ക്കകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ക്രോം ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട്, ഇത് നിക്കൽ ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ ഗ്ലാസിന് ഇതിന്റെ ഇവിടുത്തെ ക്രോം ചെയ്തിട്ടുണ്ട്, പിന്നെ സൈഡ് ബീഡിങ് ചെയ്തിട്ടുണ്ട്, പിന്നെ റൂഫ് റെയിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ അകത്ത് കുറച്ച് വുഡൻ ഫിനിഷിംഗ് ഒക്കെ കൈ വെക്കുന്നിടത്തൊക്കെ വുഡൻ ഫിനിഷിംഗ് ആഡ് ചെയ്തു, പിന്നെ പുറകിൽ കുറച്ച് ക്രോം ഫിനിഷുകൾ ആഡ് ചെയ്തു, പിന്നെ ഒരു ചെറിയ ക്രാഷ് കാർഡ്. ഈ ബൈക്ക് ഒന്നും വന്ന് തട്ടിയാൽ നമ്മുടെ ഈ എറണാകുളത്തെ ഏറ്റവും വലിയൊരു കുഴപ്പമാണല്ലോ ബൈക്കുകൾ വന്ന് തട്ടുക, ട്രാഫിക്കിൽ. അതെ, ഈ ബൈക്കുകൾ ഇങ്ങനെ നിൽക്കുന്ന, അപ്പൊ അതിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം. പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹം കൊണ്ടായിരിക്കാം എനിക്ക് ഇതേവരെ ഒരു ഇൻഷുറൻസ് ക്ലെയിം വന്നിട്ടില്ല. ഇപ്പൊ 7.5 കൊല്ലത്തിനുള്ളിൽ 86,800 കിലോമീറ്റർ ഓടിയാലും ഒരു ക്ലെയിം പോലും ഞാൻ ഇതിന് ചെയ്തിട്ടില്ല. ഇത് ഒരു തവണ റീപെയിന്റ് ചെയ്തു ബമ്പറിന്റെ ഈ ഭാഗം. അത് ഞാനൊരു ദിവസം അതിരാവിലെ നിലമ്പൂരിൽ നിന്ന് വന്നപ്പോ പെട്ടെന്ന് 2 പട്ടികള് മുമ്പിലേക്ക് അതുങ്ങൾ കടിപിടി കൂടി ചാടിയതാണ്. അപ്പോൾ വണ്ടിയിലിങ്ങ് തട്ടി, ഞാൻ നിർത്തിയില്ല, ഞാനിങ്ങ് വിട്ടുപോന്നു. എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ റോട്ടിലേക്ക് വന്ന് ചാടിയതാണ്, കടിപിടി കൂടി. ഞാനിങ്ങ് വിട്ടുപോന്നു. കുറെ ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോക്കാരൻ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി നോക്കിയപ്പോൾ ഇത് ചളുങ്ങിയിരിപ്പുണ്ട്. ഞാൻ വന്ന വഴിക്ക് തന്നെ അവിടെ നിപ്പോണ്ടായോട്ടെ കയറ്റി കൊടുത്തു. നിപ്പോണ്ടായോട്ടെ കയറ്റി കൊടുത്തപ്പോൾ പറഞ്ഞു, സാറേ ഇത് ഇന്നാവില്ല, നാളെ തരാമെന്ന് പറഞ്ഞു. ശരി, അവരെന്നിട്ട് അത് ചൂടാക്കി ഇങ്ങനെ നിവർത്തി, വേറെ പൊട്ടലോ തട്ടലോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ചൂടാക്കി തന്നെ ഇത് ചെയ്ത് അവിടെ ഇപ്പോൾ ചൂടാക്കുമ്പോൾ പെയിന്റിങ് പോകുന്നു പറഞ്ഞു. റീപെയിന്റ് ചെയ്ത് പിറ്റേ ദിവസം വൈകുന്നേരം എനിക്ക് തിരിച്ചു തരുകയും ചെയ്തു. അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതെ, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ഇപ്പൊ ഇതിന്റെ ടയർ മാറ്റണം എന്ന് പറഞ്ഞത് പുറകിലെ ടയറാണ്, ഫ്രണ്ടിലെ കല്ലടിച്ച് പൊട്ടിയായിരുന്നു. അപ്പോൾ ഈ കല്ലടിച്ച് പൊട്ടുന്നു എന്ന് പറയുന്നത് ടെമ്പർ കൂടുമ്പോഴാണ്, വെയിറ്റ് ചെയ്യാതെ അതിന് മുന്നേ അങ്ങ് മാറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിൽ DBS ടയേഴ്സ് എന്ന് പറയുന്ന ടയർ കടയിലാണ് ഞാൻ എല്ലാ വണ്ടികളും എന്നെ ചെയ്യുന്നത്. അതിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്, അവിടെയാണ് എല്ലാം. അതെ, എൻ്റെ എല്ലാ വണ്ടികൾക്കും ഞാൻ എല്ലാം ചെയ്യിപ്പിക്കുന്നത് അവിടെ നിന്നാണ്. മറ്റു വണ്ടികൾ അലൈൻമെന്റ് ചെയ്യിക്കുന്നത് എനിക്ക് അതിന് കൃത്യമായിട്ടൊരു വ്യക്തികളുടെ പേര് പറയുന്നില്ല, ഒരു 2-3 പേരുണ്ടാവില്ലേ, അവർ ചെയ്താലേ അലൈൻമെന്റ് ചെയ്താലേ എനിക്കൊരു സംതൃപ്തിയുള്ളൂ. പക്ഷെ അതുകൊണ്ട് എനിക്ക് ടയറിന് ലൈഫ് കിട്ടുന്നുണ്ട്. അത് ശരി, എങ്ങനെ അത് വ്യത്യാസം? ഇപ്പൊ ഇതേ മോഡലിൽ തന്നെ ഇറങ്ങിയ പലർക്കും 30,000, 28,000 ഒക്കെ ടയർ കിട്ടുന്നുള്ളൂ എന്ന് പറയും. ഇപ്പൊ എന്റെ പുറകിൽ കിടക്കുന്ന ടയർ, കമ്പനി വന്ന ടയർ എനിക്ക് ഏകദേശം ഒരു 27,000 കിലോമീറ്ററേ കിട്ടിയുള്ളൂ. അത് പിന്നെ കമ്പനി വരുന്നത് അത്രേ കിട്ടുള്ളൂ, ഏകദേശം 30ന്റെ അടുത്ത്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഇട്ടതിനും ഏകദേശം ബ്രിക്സ്റ്റോൺ തന്നെ ഇട്ടത്, അതില് മറ്റേ ബ്രിക്സ്റ്റോണിന്റെ നോർമൽ ടയറായിട്ട്, അതിനും ഏകദേശം എത്ര കിട്ടി. അത് കഴിഞ്ഞപ്പോൾ പുറകിലെ ടയറിന് ഏകദേശം എനിക്ക് ഇപ്പം തന്നെ 30,000 ഓടി. 30,000 ഓടി. പക്ഷേ ഇനി ഓടാനുണ്ട്, 8,000-10,000 ഓടും. പക്ഷേ ഞാൻ എന്താ പറയുക, റിസ്ക് ആക്കുന്നില്ല. അതെ, അതുകൊണ്ട് സേഫ്റ്റി ആണല്ലോ ഏറ്റവും. അത് അവിടെ തന്നെയാണോ മാറ്റാറുള്ളത്? അതെ, അതും DBS തന്നെയാണ് ഞാനെല്ലാം ചെയ്യിപ്പിക്കുന്നത്. എൻ്റെ അലൈൻമെന്റ്, ബാലൻസിങ് എല്ലാം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു കറക്റ്റ്നെസ് ഫീൽ ചെയ്യുന്നു എനിക്ക്. ഓരോരുത്തർക്കും ഓരോ സ്ഥലത്ത് ചെയ്യുമ്പോഴായിരിക്കും എൻ്റെ ഇതിൽ. പിന്നെ അവരുടെ തന്നെ വാഷിങ്ങിലാണ് ഞാൻ വാഷിങ്ങും ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ അതുപോലെ വൃത്തിയായി ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതെല്ലാം ഞാൻ വണ്ടി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇത് തന്നെ ഇപ്പോൾ ഒരാഴ്ചയായി വാഷ് ചെയ്തിട്ട്. ഇനി ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും വീക്കിലി വാഷ് ചെയ്യും. അത് ശരി, ആ പൊടി പിടിച്ചിരിക്കുന്ന അതെ, നമ്മളൊരു ചെളി പറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ന് നമ്മൾ കുളിക്കുന്നത് എന്തിനാ? നാളെയും പൊടിയിലേക്കാണ് വേർക്കും ഇതെന്ന് കരുതി നമ്മൾ കുളിക്കാതിരിക്കുന്നില്ലല്ലോ. അപ്പോൾ വണ്ടികളും അതുപോലെ തന്നെയാണ്. ഇതിൽ സെറാമിക് കോട്ടിങ് ചെയ്തിട്ടുണ്ടോ? വണ്ടി ഇറങ്ങിയപ്പോൾ ഞാനിതിൽ സെറാമിക് കോട്ടിങ് വണ്ടി ഇറങ്ങിയ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ചെയ്തതാണ്. ഓക്കെ.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പുറത്ത് അത് കഴിഞ്ഞ് ഒരു അണ്ടർ ബോഡി കോട്ടിംഗ് ഒക്കെ കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തത്. അതിപ്പോഴും അതേപോലെ നല്ല ക്ലിയർ ആയിട്ട് നിൽപ്പുണ്ട്. അവരന്ന് 5 ഇയറിന്റെ 3M എങ്ങാണ്ടാണ് ചെയ്തത്. അത് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനൊരു 2.5 കൊല്ലം മുമ്പ് ഒന്നും കൂടെ ചെയ്യിച്ചു പുറത്തുനിന്ന്. അത് കഴിഞ്ഞ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സെറാമിക് കോട്ടിംഗ് ചെയ്യുന്നവരിൽ പലർക്കും ഡൗട്ട് ഉണ്ട്, എത്ര വർഷം നിൽക്കും, പിന്നീട് ചെയ്തില്ലെങ്കിൽ പെയിന്റിന് മങ്ങൽ വരുമോ എന്നൊക്കെ ഉള്ള ഡൗട്ട്സ് ഉണ്ട്. സോ അത് കൃത്യമായിട്ട് നമ്മൾ ഇപ്പോൾ സെറാമിക് കോട്ടിംഗ് ചെയ്താലും എന്ത് ചെയ്താലും വൈറ്റ് കളർ വാഹനങ്ങളാണെങ്കിൽ ഈ കാക്കയുടെ കാഷ്ടം അങ്ങനെയുള്ള സാധനങ്ങൾ വന്നാൽ ഒന്നെങ്കിൽ പെട്ടെന്ന് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരാഴ്ച ഓടിച്ചു അവിടെ ഒരു കളറ് മാറിപ്പോവും. അത് ഒരുമാതിരി എല്ലാ വണ്ടികൾക്കും വൈറ്റിനെ എടുത്ത് കാണിക്കും, ബാക്കി എല്ലാ വണ്ടികൾക്കും അത് ബാധകമാണ്. പിന്നെ അതേപോലെ മാവിൻ്റെ കറ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിന്റിനും ബുദ്ധിമുട്ടാവും. പക്ഷേ നമുക്കിപ്പോൾ ഈ വണ്ടി ഞാൻ ചെയ്തു, ഞാൻ അതുപോലെ ഇപ്പോൾ എന്താ പറയുക കീപ്പ് ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ഉപയോഗിക്കാത്തവർ മീൻസ് ഇപ്പം 5 വർഷം കഴിഞ്ഞാൽ സെറാമിക് കോട്ടിംഗ് മങ്ങാറുണ്ടോ? ഇതായിട്ട് തോന്നി 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ആകെ നിർത്തിയിരിക്കുന്ന ഒരു വണ്ടി ഇതാ. അത് അല്ലെങ്കിൽ 5 വർഷത്തിന് ആവുമ്പോഴത്തേക്കും ഞാൻ കൊടുത്തിട്ട് വേറെ വണ്ടികൾ വാങ്ങിക്കും. അപ്പം അത്രയും നാൾ നിന്നപ്പം 5 വർഷത്തിന് മുകളിൽ നിന്നത് ഇതാ. പക്ഷെ എനിക്കിതിൻ്റെ ഒരു കളറിനോ ഫെയ്ഡിനോ ഒന്നും കാരണം മാറാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റ എന്ന് പറയുന്ന ഈ സെയിം ഒരു വേറെ ഫീച്ചേഴ്സ് ഒന്നും അതിനകത്ത് ആഡ് ചെയ്ത് ക്രിസ്റ്റയ്ക്കകത്ത് വന്നിട്ടില്ല. ആകെ വന്നു എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ആണ്. ഈ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ നല്ലത് തന്നെയാണ്, പക്ഷെ അതിന് വേണ്ടിയിട്ട് മാത്രം മാറും. ആൻഡ്രോയിഡ് ഓട്ടോയിൽ ഇപ്പോൾ എന്താ പറ്റുക, നമുക്കൊരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോള് വിളിക്കാം. അതായത് ഫോണിൽ തന്നെ ബ്ലൂടൂത്ത് അറ്റാച്ച് ചെയ്തു, അത് ഫോണിൽ തന്നെ കോള് വന്നാൽ അതിനകത്ത് ഒരു സ്വിച്ച് ഞെക്കി എടുക്കാം. നമുക്ക് അങ്ങോട്ട് വിളിക്കാനുള്ള പോലും ഓപ്ഷൻ ഇല്ല. അത് കോണ്ടാക്റ്റ് ഒക്കെ എടുത്ത് തിരിയണം, അത് നമ്മുടെ യാത്രയെ ബാധിക്കും, ആക്സിഡൻസ് സംഭവിക്കും, അത് ചെയ്യാണ്ടിരിക്കുക നമ്മൾ. പക്ഷേ ഒരു കോള് വന്നാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു സ്വിച്ച് ഉണ്ട്, അത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീക്കറിൽ തന്നെ അത് കേൾക്കാം. അതല്ലാതെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്ന് പറയുന്ന ഒരു സാധനം ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം മാപ്പിനെന്താ, മാപ്പ് ഇതിനകത്ത് ഇൻബിൽറ്റ് ഉണ്ട്. ശരിയാണല്ലോ, നാവിഗേഷൻ ഇതിനകത്ത് ഇൻബിൽറ്റ് ഉണ്ട്. അല്ലാതെ ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ളത് നല്ലതാണ്. നമ്മളിപ്പോൾ പുതിയ വണ്ടി വരുന്നതിന് നിങ്ങൾ നോക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്നല്ല. അതൊക്കെ വല്ല സൈഡാക്കി നിർത്തുമ്പോഴോ അങ്ങനെ നോക്കുമ്പോഴോ മാത്രമല്ലേ ഉള്ളൂ. ഡ്രൈവ് ചെയ്യുമ്പോൾ അതെ, വേറെ ഡിസൈനിലൊക്കെ ചെറിയ ബമ്പർ ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ആക്കി എടുക്കാം. ഒരു 40,000 രൂപ മുടക്കിയാൽ ഫ്രണ്ടിലെ ഗ്രില്ലും ബമ്പറും മാറിയാൽ നമുക്ക് ആ വണ്ടി അതുപോലെ എടുക്കാം. പക്ഷെ ഞാനിതായാലും ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി വന്ന് കമ്പനിയിൽ നിന്ന് ഫിറ്റ്, പിന്നെ ലെഗ് റൂം ലാമ്പ് കമ്പനിയിൽ നിന്ന് തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മൊബൈലിൽ നിന്നൊക്കെ ഇങ്ങനെ കളേഴ്സ് മാറ്റാവുന്നത്. അത് ടയോട്ട വാറണ്ടിയോട് കൂടി ടയോട്ടയിൽ നിന്ന് തന്നെ ചെയ്തതാണ്. അത് ശരി, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, എല്ലാം ടൊയോട്ടയിൽ നിന്നാണ് ചെയ്യുന്നത്. പക്ഷെ അലൈൻമെന്റ് സർവീസിന് കൊടുക്കുമ്പോൾ ടൊയോട്ടയെ കൊടുക്കാതെ പുറത്താണ് കൊടുക്കുന്നത്. അത് എനിക്കിതിന് ഈ വണ്ടിക്ക് ടയോട്ട വണ്ടികൾക്കല്ല, അതിന് മുമ്പുണ്ടായിരുന്ന ഒരു വണ്ടിക്ക് അലൈൻമെന്റ് ചെയ്തത് ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു സംഭവിച്ചത്. കമ്പനിയിൽ നിന്ന് ചെയ്തത് റിപ്പോർട്ട് മേടിക്കാറുണ്ടോ? റിപ്പോർട്ട് മേടിച്ചിട്ട് അപ്പോൾ വെട്ടി തേയ്യ പോലും ഉണ്ടായൊരു കുഴപ്പമുണ്ടായി. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ആ ഒരു ഫീല് മനസ്സിൽ കിടക്കുന്നതുകൊണ്ടും പിന്നെ നമുക്ക് ഓടിക്കുമ്പോൾ കമ്പനിയിൽ നിന്ന് ഇറക്കി തന്ന് നമ്മൾ കുറച്ച് ദൂരം ഹൈവേയിൽ ഓടിക്കുമ്പോൾ സ്റ്റിയറിങ്ങിന് ഒരു ചെരുവോ ഓടിക്കുമ്പോൾ ഒരു സൈഡ് വലിവോ ഒക്കെ ഉണ്ടായാൽ വീണ്ടും അത് കെട്ടിവലിച്ച് കമ്പനിയിൽ കൊണ്ടുപോകും. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു സർവീസിന് പോയാൽ നിങ്ങൾക്കറിയാം ഒരു ദിവസത്തെ ബുദ്ധിമുട്ട് എന്താണെന്ന്, ഇതെന്താണെന്ന്. ഒരു ദിവസം നമ്മൾ അതിനായിട്ട് സ്പെൻഡ് ചെയ്യണം. അതെ. പിന്നെ ഇന്ന് ചെയ്യുമ്പോൾ അലൈൻമെന്റ് ചെയ്യുന്നവനായിരിക്കില്ല ഒരാഴ്ച കഴിയുമ്പോൾ കമ്പനിയിലുണ്ടാവും, ആള് മാറും. പക്ഷെ ഞാനിവിടെ തന്നെ വരുന്നു എന്ന് പറയുന്നത് DBS എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ വരുന്നതിൻ്റെ കാരണം അവിടെ ഞാനിവിടെ എറണാകുളത്ത് വന്ന കാലം മുതൽ അവിടെയുള്ള സ്റ്റാഫുകളാണ് ഇപ്പോഴും ഉള്ളത്. അത് ശരി. അലൈൻമെന്റ് ചെയ്ത് എത്ര വർഷമായി ഇത്? ഞാനിവിടെ 12-ലാണ് വരുന്നത്. 12 തൊട്ട് വരുമ്പോൾ അന്ന് തൊട്ടുള്ള കസ്റ്റമറാണ്. ടയർ ചേഞ്ച് അലൈൻമെന്റ് അല്ല ഇവിടെ എല്ലാം ചെയ്യുന്നത് ഇവിടെ. കാരണം എനിക്ക് നല്ല ഡിസ്കൗണ്ട്, കാരണം ഇത്രയും വാഹനങ്ങളുള്ളത് കൊണ്ടായിരിക്കാം. ബാക്കിയുള്ളവർക്ക് അവരത് കൊടുക്കുന്നുണ്ടാവാം, പക്ഷെ നമുക്ക് തരുന്നത് നല്ല റേറ്റിൽ ടയർ തരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുള്ളത്. അതെ, നല്ല അലൈൻമെന്റിനാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ റേറ്റ് ആക്കി, കാരണം ഇത്രയും വണ്ടികൾ ചെയ്യുന്നുണ്ട്, സ്ഥിരം ഇവിടെ തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ വാഷിങ്ങിലാണെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ റേറ്റ് തരും, സ്ഥിരം ചെയ്യുന്നുണ്ട്. ഇപ്പൊ അറ്റ് എ ടൈം ഒരു 2-3 വണ്ടി ഇവിടെ കാണും. പിക്ക് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ഉണ്ടോ? പിക്ക് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും എല്ലാം കൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആണ്. അതായത് അവരുടെ കസ്റ്റമർ സപ്പോർട്ട് വാഷിങ്ങിലാണെങ്കിലും മറ്റേ അതേപോലെ തന്നെ
അലൈൻമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 1000 കിലോമീറ്റർ ഓടി എന്നിട്ട് വന്ന് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അവരത് പെട്ടെന്ന് റെക്ടിഫൈ ചെയ്ത് തരും. അതിന് സെപ്പറേറ്റ് ചാർജോ കാര്യങ്ങളോ ഒന്നും. പിന്നെ അതേപോലെ എയർ ഫില്ലിനാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് എന്ന് വെച്ചാൽ സ്ഥിരം വരുന്നവരോട് അതെ, അല്ലെങ്കിൽ ഒരു ടോപ്പ് അപ്പ് ചെയ്യുന്നതിന് നമ്മൾ 50-100 രൂപ എല്ലായിടത്തും വാങ്ങിക്കും. സ്ഥിരം വരുന്നവരാണെങ്കിൽ അവർ ആ ചാർജുകളൊന്നും ഈടാക്കുന്നില്ല. എന്തെങ്കിലും ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ട സാറേ അങ്ങനെ പറഞ്ഞങ്ങ് വിടുകയുള്ളൂ നമ്മളെ. കാരണം നമ്മൾ സ്ഥിരം വരുന്നതാണ് അതുകൊണ്ട്. പക്ഷേ അലൈൻമെന്റിൽ വേറെ എവിടെയെങ്കിലും ചെന്നാൽ ഇപ്പോൾ ബാലൻസ് സ്ഥിരം വരുന്നവർക്ക് എനിക്ക് കിട്ടിയ ഫീച്ചറാണ്. ബാക്കി സ്ഥിരം വന്നു കഴിഞ്ഞാലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് കിട്ടുന്നത് ബാലൻസിങ്ങിലാണെന്നുണ്ടെങ്കിലും ഒരു ചെറിയ ഇത്. കാരണം നമ്മൾ ഈ 3-4 വണ്ടികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. ടയർ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അവരത് തരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തൃപ്തനാണ്. ടയറിന് എനിക്ക് സാധാരണ കിട്ടുന്നതിനേക്കാൾ ഒരു മിനിമം ഒരു 5000 മുതൽ 10000 വരെ എനിക്ക് ടയർ അതുപോലെ അവർ മൈലേജ് കിട്ടും. പിന്നെ എപ്പോഴെങ്കിലും എയർ ഫില്ല് ചെയ്യാൻ വരുമ്പോൾ അവരോട് തന്നെ പറയും. അവിടുത്തെ അലൈൻമെന്റ് ചെയ്യുന്ന പയ്യനോട് തന്നെ ഞാൻ പറയും, മോനെ അതിന് ടയറിന് വല്ല വെട്ടി തേയ്മാനം ഉണ്ടാക്കിയ സ്റ്റിയറിംഗ് തിരിച്ചു വെച്ച് നോക്കും. അവരപ്പം തന്നെ വന്നത് നോക്കി സാറേ തേയ്മാനം ഒന്നും കാണുന്നില്ല, തേയ്മാനം ഉണ്ടെങ്കിൽ അവർ പറയും സാറേ ചെറിയൊരുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യാവുന്നതുകൊണ്ട് ഒരു ഗുണം ഉള്ളത് കൊണ്ട് നമ്മളത് ചെയ്യുന്നു. സോ അതൊക്കെ പറയുമ്പോൾ നമുക്ക് DBS ടയേഴ്സ് ഡയറക്റ്റ് ഒന്ന് കാണിക്കണ്ടേ, നിങ്ങളെ നേരിട്ട് കാണിക്കാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ NSCയിൽ തന്നെ നമ്മുടെ ദേപ്പുട്ടിൻ്റെ ഒക്കെ അടുത്ത്, ഇടപ്പള്ളിയിൽ ദേപ്പുട്ടിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ഷോപ്പ് വന്നിരിക്കുന്നത്. സോ പല സർവീസസ് ഇവിടെ അവൈലബിൾ ആണ്. ടയേഴ്സ് അവൈലബിൾ ആണ്, അതുപോലെ അലൈൻമെൻറ്റ്സും എല്ലാം പ്രോപ്പർ അലൈൻമെൻറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പം ഒരു കസ്റ്റമർ ഇത്ര വർഷത്തിൽ കൂടുതൽ ഇവിടെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് നിങ്ങൾ വീഡിയോയിൽ യൂസറിൻ്റെ എക്സ്പീരിയൻസിൽ തന്നെ കേട്ടു. സോ അതിനെന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവുമല്ലോ, ക്വാളിറ്റി, അവരുടെ സർവീസിൻ്റെ ക്വാളിറ്റി ഒക്കെ കാണുമല്ലോ. സോ അതുകൊണ്ടായിരിക്കാം കസ്റ്റമർ ഇവിടെ വരുന്നത്. സോ ഇവിടെ എന്തൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതും എന്തൊക്കെയാണ് ഇവിടെ എന്നുള്ളതും ഇവിടെ ഉള്ള ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം. സോ DBS ടയേഴ്സിൻ്റെ സെയിൽസ് മാനേജറാണ് ചേട്ടാ. വെൽക്കം. എൻ്റെ പേര്? എൻ്റെ പേര് ടോണി. ഓക്കെ. ഞാനിവിടെ DBSൽ 6 years ആയിട്ടുണ്ട്. 6 വർഷമായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഏതൊക്കെ ടയേഴ്സ് ആണ്, ഏതൊക്കെ ബ്രാൻഡ്സ് ആണ് ഉള്ളത്? നമ്മുടെ മെയിനായിട്ട് ചെയ്യുന്നത് മിഷ്ലിൻ, പിന്നെ പിറേലി, ബ്രിസ്റ്റോൺ ആൻഡ് ഗുഡിയർ ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇത് ഡയറക്റ്റ് ഡീലേഴ്സ് ആണോ? ഡയറക്റ്റ് ഡീലേഴ്സ് ആണ്. ഓക്കെ. നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് അനുസരിച്ചിട്ടും വണ്ടിയുടെ സ്പെക്ക് അനുസരിച്ചിട്ടുമാണ് മെയിനായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ. അപ്പം ഓരോ വണ്ടിക്കും ഏത് ടയേഴ്സ് ആണ് സ്യൂട്ട്, ഏതാണ് കസ്റ്റമറിൻ്റെ നീഡ്സ് അനുസരിച്ച് സജഷൻ കൊടുക്കും. ഓക്കെ. പിന്നെ എന്തൊക്കെ സർവീസസ് ആണ് ഇവിടെ ഉള്ളത്? നമ്മൾ കസ്റ്റമേഴ്സ് നമുക്ക് ഓൾ കേരള ഉണ്ട്. നമ്മൾ ടയേഴ്സ് കൊറിയർ ചെയ്യുന്നുണ്ട്. ഓൾ കേരള നമുക്ക് കൊറിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. കേരളത്തിൽ എവിടെ ആണെങ്കിലും അയച്ചു കൊടുക്കും. എവിടെ ആണെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കും. പിന്നെ നമുക്ക് സൺഡേ അവൈലബിൾ ആണ്. ഓക്കെ. സൺഡേ വർക്കിംഗ് ആണ് ഷോപ്പ്. ഇവിടെ എടപ്പള്ളിയിൽ ഒരെണ്ണമുണ്ട്, ആലുവയിലും ഉണ്ട്. എടപ്പള്ളി മാത്രമാണ് നമ്മൾ സൺഡേ ഓപ്പണിംഗ് ആയിട്ടുള്ളത്. സോ ടയർ സംബന്ധമായ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ടെക്നീഷ്യൻ, അലൈൻമെൻറ്റ് ടെക്നീഷ്യൻ്റെയോട് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. സോ ഇതാണ് അലൈൻമെൻറ്റ് ടെക്നീഷ്യൻ. ചേട്ടാ പേര്? അനീഷ്. ഓക്കെ. സോ എത്ര വർഷമായിട്ട് ചേട്ടൻ ഇതിൽ ഈ ഒരു ഫീൽഡിലുണ്ട്? ഞാൻ 25 വർഷമായി ഫീൽഡിൽ വന്നിട്ട്. ഞാൻ 15 വർഷം DBS ടയേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. 15 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അതാണ് ഇബിൻ ചേട്ടൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞത്, ഇത്രയും വർഷങ്ങളായിട്ട് കാണുന്ന അതേ മുഖം തന്നെ ഇപ്പോഴും കാണാന്നുള്ളത് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ 4 അലൈൻമെൻറ്റേഴ്സാണ് ഇവിടെ ഉള്ളത്. ടോട്ടൽ 4 അലൈൻമെൻറ്റേഴ്സ് ഉണ്ട്. നമ്മളൊരു 40,000 വണ്ടിയോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. 40,000 വണ്ടി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. കസ്റ്റമർ വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടേ നമ്മൾ വണ്ടികൾ കൊടുക്കുകയുള്ളൂ. അതായത് നമ്മൾ വരുമ്പോൾ കസ്റ്റമർ വരുമ്പോഴത്തേക്കും നമ്മൾ വണ്ടി ഓടിച്ച് നോക്കും. ഓടിച്ച് നോക്കിയിട്ട് നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യും. അലൈൻമെൻറ്റ് ചെയ്ത ശേഷം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് തിരിച്ചു കൊടുക്കും. 2 പ്രാവശ്യം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും. ചെയ്യാണ്ട് ഒരു വണ്ടി നമ്മൾ കൊടുക്കില്ല. ഓക്കെ. അപ്പോൾ കുറച്ച് നാൾ ഓടി കഴിഞ്ഞ് എന്തെങ്കിലും ചെറിയ ഇഷ്യൂ കണ്ടെന്നാൽ തിരിച്ചു കൊണ്ടുവന്നാൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ എല്ലാം ചെയ്യും. ഓക്കെ. സോ അലൈൻമെന്റിന്റെ റേറ്റ്സ് ഒക്കെ നോർമൽ റേറ്റ് പോലൊക്കെയാണോ? നോർമൽ റേറ്റ് തന്നെയാണ്. നമ്മൾ സ്റ്റാർട്ടിംഗ് വന്ന വണ്ടികളുടെ അലൈൻമെന്റ് 350 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 350 രൂപ പോലെ നോർമൽ എല്ലാ വണ്ടികളുടെ അലൈൻമെന്റ് 350 ആ ഒരു റേറ്റേ വരുന്നുള്ളൂ. സോ അലൈൻമെന്റ് സംബന്ധമായ, ടയർ സംബന്ധമായ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് DBS ടയേഴ്സിൽ വരാം. സോ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസും അഡ്വൈസേഴ്സും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ടയറിനെ പറ്റിയുള്ള സംശയങ്ങളും വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആക്കി കൊടുക്കും. ഈ വണ്ടിക്ക് ഇത്ര അലോയ്സിൽ ഈ പ്രൊപ്പോർഷനിലുള്ള ടയർ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു തരും. സോ ടയറിൻ്റെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്ത് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽ എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഇനി വണ്ടിയുടെ കാര്യങ്ങളിൽ മറ്റ് കാര്യങ്ങളാണ് സർവീസ് എന്നുള്ളത്. സർവീസ് ഇത്രയും വർഷമായിട്ട്, ഇത്ര 7.5 വർഷമായിട്ടും ഞാൻ വാറണ്ടി തീർന്നാലും കമ്പനി തന്നെയാണ് ചെയ്യിക്കാറ്. കമ്പനി അവിടുന്ന് ചെയ്താലേ നമുക്കൊരു തൃപ്തിയുള്ളൂ. അത് ടയോട്ട 5000-ന് പറയുന്നുണ്ട്. ആ 5000-ൽ തന്നെ ഞാൻ കൊണ്ടുപോയി കാണിക്കാറുമുണ്ട്. 5000-ൽ എങ്ങാണ്ട് 1000 സംതിങ് രൂപ എങ്ങാണ്ട് ചാർജ് ഉള്ളൂ. എല്ലാ ചെക്കപ്പും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് എന്താണെന്നറിയോ, നമ്മൾ നിൽക്കുന്ന നിപ്പിൽ നമുക്കിപ്പോൾ ഒരു ബാംഗ്ലൂർക്ക് പോകണമെങ്കിലും ഉടനെ സർവീസ് ചെയ്യാനൊന്നും കൊണ്ടുപോകണ്ട. വേറെ സെപ്പറേറ്റ് സർവീസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല. അതാ ഓരോ തവണ ചെല്ലുമ്പോൾ ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള വണ്ടികളിലുള്ള പോലെ ബ്രേക്കിൻ്റെ ഇതൊന്നും, ബ്രേക്ക് പേഡിൻ്റെ അളവൊന്നും കാണിക്കില്ല. ഇപ്പോൾ BMW-ലും വോൾവോയിലൊക്കെ ബ്രേക്ക് പേഡ് തീരാറായി എന്ന് കാണിക്കും. ഇതിനങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ബ്രേക്ക് പേഡ് ഇപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തീർന്ന് ഡിസ്ക് അപ്പോൾ അത് ഇടയ്ക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യും. എത്ര കിലോമീറ്റർ വരെ ബ്രേക്ക് പാഡ്സ് കിട്ടാറുണ്ട്? എനിക്ക് 35,000 വരെ കിട്ടുന്നുണ്ട്. 35,000 വരെ കിട്ടി. ഓക്കെ. അതുപോലെ ഒരു നോർമൽ സർവീസിൽ 5,000 സർവീസിന് 2,000 താഴെ വരുന്നു. ഒരു 1,800 ആ റേഞ്ച്. മെയിൻ സർവീസിന് അവർ വാഷിംഗ് കൂടെ ചെയ്യൂട്ടോ അതിനകത്ത്. പക്ഷേ ഒരു കാര്യം പറയാം, ടയോട്ടയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വാഷിംഗ് അവരുടെ ഇഷ്ടം വലിയ താല്പര്യമില്ല. ഒരു തവണ ഇങ്ങനെയാണോ വാഷ് ചെയ്ത് തരുന്നതെന്ന് വെച്ചിട്ട് രണ്ടാമത് കൊണ്ടുപോയി വാഷ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ വാഷ് ചെയ്യുന്നത് എന്തിനാ? ചെളി പോവാൻ. അപ്പോൾ ഇങ്ങനെയാണോ തരണ്ടേ? അല്ലെങ്കിൽ വാഷ് ചെയ്യുന്നില്ല എന്ന് പറയണം. അത് രണ്ടാമത് കൊണ്ടുപോയി എനിക്ക് ചെയ്തു തന്നു. അത് നീറ്റായിരുന്നു. പക്ഷെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഇത്രയും കാലത്തെ ഫീഡ്ബാക്ക് ഇതും എല്ലാ കാര്യങ്ങളും വെച്ച് ഞാൻ പറയാം, സർവീസ് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുള്ളത് ടൊയോട്ടയാണ്. അതിനകത്ത് വേറൊരു അതിൻ്റെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ, ഇപ്പം ഞാൻ മഹീന്ദ്രയ്ക്ക് പറഞ്ഞ പോലെ, ഇപ്പോൾ മഹീന്ദ്രയുടെ ഞാൻ പറഞ്ഞു ബെറ്ററായി. പക്ഷേ ടയോട്ടയിൽ ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് നമ്മൾ 5 കൊല്ലം മുമ്പ് പറഞ്ഞാൽ പിന്നെ ഇത് ഒരിക്കലും അത് റിപ്പീറ്റ് ആവില്ല. അതാണ് മെയിൻ ഒരു കാര്യം. അതായത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ടയോട്ട പറഞ്ഞാൽ അത് അടുത്ത തവണ പിന്നെ ആ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. പിന്നെ എനിക്ക് ആ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുമില്ല വാഷിങ്ങിൻ്റെ. രണ്ടാമത് കൊണ്ടേ ചെയ്തു തന്നു. പിന്നെ ഞാൻ അവിടെ ഒരു 3 തവണയും കൂടെ പോയി. അന്ന് 3 അല്ല 4 തവണ ഉണ്ടെന്ന് തോന്നുന്നു. 40,000 ഒരു പ്രശ്നമില്ല. പ്രോപ്പർ വാഷിങ്ങും എല്ലാം സർവീസും എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ അത് അവരപ്പം തന്നെ അത് റെക്ടിഫൈ ചെയ്യും. അതാണ് മെയിൻ കാര്യം. അതാണ് ടയോട്ടയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ അതിൻ്റെ റിലയബിലിറ്റിയാണ് ഒന്നാമത്. ടയോട്ടയുടെ ഒരുമാതിരിപ്പെട്ട പീസുകളിലെല്ലാം നോക്കിയാൽ മെയ്ഡ് ബൈ കിർലോസ്കർ ടയോട്ട. ബാക്കി കൂടുതൽ നമ്മൾ അതിനെ പറയാം, ഇതിനെക്കുറിച്ച് തന്നെ പറയാം. പുറത്തുള്ള ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ഏതായാലും അത്ര റിലയബിൾ വണ്ടിയാണ്. ഇത്ര നാൾ കീപ്പ് ചെയ്തതിൽ ബാക്കി പാർട്സ് ചേഞ്ചുകൾ എന്തൊക്കെയാണ് ഇത്രയും കിലോമീറ്റേഴ്സ് വന്നിട്ടുള്ളത്? പാർട്സിൽ ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ടിലെ ടയറ് കല്ലടിച്ച് പൊട്ടി ഒന്ന് ഓടി, ഇച്ചിരി ഓടി, നല്ല സ്പീഡുമായിരുന്നു. ഏകദേശം ഒരു 110 കിലോ, ബാംഗ്ലൂർക്ക് പോകുന്ന വഴിയായിരുന്നു. 110 കിലോമീറ്റേഴ്സിൻ്റെ. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ടയർ മാറ്റിയിട്ട് ഞാൻ ഓടിച്ചുകൊണ്ട് നടന്നു. പക്ഷേ മറ്റേ എന്താ കമ്പനി ചെന്നപ്പോൾ അവർ പറഞ്ഞു, സാറേ ബെയറിങ്ങിന് സൗണ്ട് ഉണ്ടെന്ന്. ആ ടയർ പൊട്ടി ഓടിയ സൈഡ്. വണ്ടി ഇത്രയും 12,000 കിലോ വെയിറ്റ് ഉള്ള വണ്ടിയല്ലേ. പിന്നെ ഞാനിരുന്ന സൈഡ് തന്നെയാണ് പൊട്ടിയും പോയത്. അപ്പോൾ വെയിറ്റ് മുഴുവൻ ആ സൈഡിലേക്ക് വരികയും ചെയ്യും. വേറെ സൈഡിലൊന്നും ആളും ഇല്ല. വണ്ടിയുടെ വെയിറ്റും ആളുടെ വെയിറ്റും എല്ലാം കൂടെ ആ ഇരുന്ന ടയറിലേക്ക് വരും. അതുകൊണ്ട് ബെയറിങ്ങിന് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം. ബെയറിങ്ങിന് പിന്നെ ഇത്രയും കാലം ഓടുകയും ചെയ്ത ബെയറിങ്ങിന് ഒരു സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതിനെങ്ങാണ്ട് 7,000 6,000 ഫ്രണ്ട് ടയറിൻ്റെ. ആ ബെയറിങ് മാത്രമല്ലാതെ പീരിയോഡിക് സർവീസിൻ്റെ എയർ ഫിൽറ്ററും AC ഫിൽറ്ററും ഇതും പിന്നെ അതേപോലെ വൈപ്പർ ബ്ലേഡും അല്ലാതെ ഒരു സാധനം ഞാൻ കാശ് കൊടുത്ത് നല്ല ഫ്രീ ആയിട്ടാണെങ്കിലും എനിക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല. കമ്പനിയിൽ വിശ്വസ്തത അല്ലേ? അതെ, അതാണ് അതിൻ്റെ റിലയബിലിറ്റി. പിന്നെ വേറെ എന്തെങ്കിലും വാറണ്ടിയിൽ ചേഞ്ച് ചെയ്തതായിട്ട് കംപ്ലൈൻറ്റ് വന്ന് ചേഞ്ച് ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഒന്നും ചെയ്തിട്ടില്ല. കാരണം വണ്ടി ഇതേവരെ എനിക്ക്, അതായത് ആ ഒരു ബെയറിംഗ് ഒഴിച്ച് പഞ്ചറായതും അവരൊറ്റത്തോണെ. ഈ ഇന്നോവ ക്രിസ്റ്റ ഈ 7.5 കൊല്ലത്തിനുള്ളിൽ ഇത്രയും കിലോമീറ്ററിനുള്ളിൽ കല്ലടിച്ച് ടയർ, ആ റോഡിൽ ഒരു കല്ല് കിടപ്പുണ്ടായിരുന്നു. അത് നല്ല റോഡുമായിരുന്നു. ആ കല്ല് വേറെ ഏതോ ലോറി സൈഡിൽ നിന്ന് തെറിച്ച് റോട്ടിൽ കിടന്നത്. അതെല്ലാം അടിച്ചപ്പോൾ പൊട്ടിപ്പോയി. പിന്നെ അപ്പൊ അതുകൊണ്ടാണ് റിസ്ക് എടുക്കണ്ടെന്നും കരുതി ഞാൻ ആ പുറകിലെ ടയറും കൂടെ. നല്ല കട്ടയുണ്ട്. പക്ഷെ ടയറിന്റെ വിള്ളല് ഞാൻ കാണിച്ചു തന്നില്ല. ചെറിയൊരു ഈ ടയർ നമ്മൾ എപ്പോഴും, കാരണം നമ്മൾ ലോങ് ഓടുന്ന, അല്ലെങ്കിൽ ലോക്കൽ നമ്മൾ ടൗണിൽ കിടന്ന് ഇപ്പോൾ അധികം ദൂരമൊന്നുമില്ല, ഒരു അങ്കമാലി അരൂര് അങ്ങനെയൊക്കെ ഓടുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ റിസ്ക് ഇല്ല. പക്ഷെ അതേസമയം നമ്മൾ നൈറ്റിലൊക്കെ രാത്രി ഓടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെട്ടവും വെളിച്ചവും ഇല്ല, ഇതിന്റെ ടയർ ഊരിയെടുത്ത് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനി ടയർ ഊരുന്നതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു നട്ട് ലോക്കായി പോയി കഴിഞ്ഞാലോ എന്ന് കരുതി പുതിയ ടയർ പൊട്ടൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ചും കൂടെ നമുക്കൊരു സേഫ്റ്റിയും കംഫർട്ടുമാണ്, ഒരു ധൈര്യമാണ്. മുമ്പേ പറഞ്ഞ കാര്യമാണ്, ഒരു 1000-1500 രൂപയുടെ ടയറേ ബാക്കി ഉണ്ടാവുള്ളൂ അതിൽ. അതിനുവേണ്ടി ഇത്രയും റിസ്ക് എടുക്കണ്ടല്ലോ എന്നുള്ളൊരു. അത് വണ്ടി ഇപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക, ഒരു വണ്ടി ടയർ പൊട്ടി പാളി പോയി എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരയോ പിടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശ് എത്ര മുടക്കണം, എന്തൊരു റിസ്ക്കാണ്. അപ്പോൾ നമുക്ക് തന്നെ തോന്നുമോ ടയർ അങ്ങ് മാറ്റിയാൽ മതിയായിരുന്നു. അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ.
സോ ഇനി അകത്തോട്ട് കയറി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാലോ? ഓക്കെ. ഇപ്പൊ എന്താണെന്നറിയോ, നമുക്കൊരു മനസ്സിനൊരു ചെറിയൊരു ടെൻഷനുണ്ട്. കാരണം ഈ എല്ലാ വണ്ടികളും ഇപ്പോൾ ടയോട്ടയുടെ ആണെങ്കിലും ചെറുവണ്ടി എടുക്കുന്നതിന് ഇപ്പോൾ മാരുതിയായിട്ട് അവർ കൊളാബറേഷനാണ്. ബാക്കി എല്ലാ ടോൾ പ്ലാസയിലും എനിക്ക് കൊടുക്കണം എന്നുണ്ട്. പാലിയേക്കരയിൽ എങ്ങനെ കൊടുക്കാണ്ട് പോകാമെന്ന് ഞാൻ റിസർച്ച് നടത്തും. അത് കൃത്യമായിട്ടൊരു സർവീസ് പോയിന്റും കൃത്യമായിട്ട് അതിൻ്റെ സ്പെയറിൻ്റെ അവൈലബിലിറ്റിയും വന്നാൽ ബാക്കി എല്ലാ വണ്ടികളും ക്രൈസിസിലാവും. ബാക്കി എല്ലാ കമ്പനികളും ഈവൻ ടയോട്ട, നിസാൻ ഒക്കെ ക്രൈസിസിലാവും എന്ന് പറഞ്ഞു.